നമ്മുടെ കർത്താവ് മാത്രം, right? നമ്മുടെ കർത്താവ് മാത്രം, right? He is the fairest of 10,000s. So in physical beauty, he is beautiful. He is handsome. There is no one close. But when we think about the fear of God that generates within us, that fear of God should come from knowing how beautifully God loves us. ദൈവം നമ്മളെ എത്രത്തോളം അധികമായി സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോണ്ടല്ലോ, അവിടെയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മനോഹരത നമ്മൾ മനസ്സിലാക്കുന്നത്. And that love is what prompts us to fear God. അവിടെ നമ്മൾ വായിച്ചു വരുമ്പോൾ രണ്ടാമതായി അവിടെ മോശ പറയുന്ന വിഷയം, you should walk in his ways. നമ്മൾ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ നാമം അത്രയ്ക്ക് കീർത്തി അർഹിക്കുന്ന ഒരു നാമമാണെങ്കിൽ അത് നമ്മളിൽ തെളിവാകേണ്ടത്, ഒന്ന് ദൈവഭയം, രണ്ട് നമ്മുടെ നടപ്പ്. If we walk in the ways of God, we are saying what we say with our words in describing the Holy God is also what I believe and subscribe to when I live. So when I live in a manner that still brings holiness to his name. ഞാൻ എൻ്റെ നടപ്പ് കൊണ്ട് വിളിച്ചു പറയുന്നത് എൻ്റെ യഹോവയുടെ നാമം അത്ര വലിയൊരു നാമമാണെന്നാണ്. So we should walk in his ways. 119 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ. അങ്ങനെ ആകുമ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ നമ്മൾ നടക്കുമെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അടയാളമാണ് നമ്മളിലുള്ള നിഷ്കളങ്കത. If we say, God bless you, if we say that we are walking in the ways of God, it's not simply that you wear a t-shirt, you simply talk about some verses or memorize certain things. If we're saying that we walk in the ways of God, the evidence of that is how blameless of a life that we live. നമ്മൾ എത്ര നിഷ്കളങ്കതയുണ്ടോ അത്രത്തോളം നമ്മുടെ ദൈവത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കിയെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. മോശ പറയുന്നു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾക്കൊരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. ആ ദൈവമാണ് മഹാദൈവം. ആ ദൈവമാണ് സർവശക്തനായ ദൈവം. ആ ദൈവമാണ് വല്ലഭനായ ദൈവം. ആ ദൈവമാണ് സകലവും കരുതുന്ന കർത്താവ്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വഴികളിൽ നിഷ്കളങ്കതയോടെ നടക്കണം. So we should walk in the ways of God, which means we live a blameless life. ചിന്തിച്ചു നോക്കിയേ, എത്ര എളുപ്പമുള്ള വിഷയമാണത്. ഇന്ന് പകൽക്കാലം ആർക്കെങ്കിലും ധൈര്യമാണ് ഇവിടെ നിന്ന് പറയാം, ഈ 10 മാസം നമ്മളെ വിട്ടുപോയി, എന്നിൽ ഒരൊറ്റ കളങ്കത്തിൻ്റെ ഒരൊറ്റ കറയുടെ അനുഭവം ഇല്ലായിരുന്നു പറയുവാൻ എനിക്കൊക്കത്തില്ല കേട്ടോ. It's impossible, right? But the Lord expects us to walk in his ways. ഞാൻ എൻ്റെ മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, I've never expected you to be perfect, but you can always strive to be excellent. നമുക്ക് ആർക്കും പൂർണ്ണനായൊക്കെ നടക്കുന്നില്ല, പക്ഷേ എല്ലാ ദിവസവും എഴുന്നേക്കും പറയാൻ, കർത്താവേ, അങ്ങയോട് അല്പം കൂടെ നടക്കുവാൻ, ഒരു നിഷ്കളങ്കത ഉണ്ടാകുവാൻ, ഒരു നേരോടെ നടക്കുവാൻ, എൻ്റെ വായ ഒന്ന് കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ, ഇതിനൊക്കെ ഒരു കൃപ തരണമേ എന്നൊക്കെ പറയാൻ സാധിക്കും. We can lead and start a life in which we can say to the Lord, Lord, help me to live a life that is blameless. ഇയ്യോബിനെ പോലെ നമുക്കൊരു സാക്ഷ്യം ലഭിച്ചിരുന്നെങ്കിൽ, ദൈവവും പിശാചിനും ഒരൊറ്റ സാക്ഷ്യം, ഇദ്ദേഹത്തെ പോലെ ദൈവത്തെ ഭയപ്പെടുന്നവനും ദോഷം വിട്ട് അകലുന്നവനും നിഷ്കളങ്കനുമായ വേറെ ആരുമില്ല. പണ്ടൊരു ഭാഷ ചോദിച്ച പോലെ, ദൈവവും പിശാചും പോട്ടെ, നമ്മുടെ അയൽവാസി പോലും നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുമോ? Even our neighbor, what kind of testimony would they give of us? Right? So walk in his ways, to be led to live in a life that is blameless. മൂന്നാമതായി അവിടെ മോശ പറയുന്നു, to serve the Lord your God with all your heart and with all your soul. നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും എന്തു ചെയ്യണം? സേവിക്കണം. നമുക്കെല്ലാവർക്കും, Princeton and I were joking outside of the lobby just now.
about going to mission trip. So I said, Princeton, have you gone? And Princeton told me, Princeton, permission ഉണ്ടല്ലോ പറയാനല്ലേ? ഞാൻ പറഞ്ഞു പോയി, കുഴപ്പമില്ല. So Princeton and I were talking about going on mission trip. He goes, Bishop, you're the pastor. You have to go. You have no excuse. I said, Princeton, no. എനിക്ക് മാത്രമല്ല, നമുക്ക് ആർക്കും എക്സ്ക്യൂസ് ഇല്ല. നമുക്ക് ദൈവത്തെ സേവിക്കണമെങ്കിൽ ഒരു പദവി വേണമെന്നില്ല. We don't need a position to serve the Lord. It could be domestic, it could be international. It could be at your home, it could be your workplace. Serving the Lord is something that God expects out of us. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കീർത്തി മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തെ സേവിക്കാൻ നമുക്കൊരു മനസ്സും ഒരു താല്പര്യവും അതിനപ്പുറം ഒരു തീരുമാനവും ഉണ്ടായിരിക്കും. In the Bible study with the young people, I told them, don't wait for the adults or the parents or the pastors to come and tell you, do this and do that. To serve in the church, you don't need an invitation. മനസ്സിലായോ? ഒരു സഭയിൽ നമുക്കൊരു സഹായമായിരിക്കണം കണ്ടുണ്ടല്ലോ, ആരുടെയും ആഹ്വാനം വേണ്ട. ഒരു സഭയുടെ ആവശ്യം കണ്ട് ചെയ്യുക എന്നുള്ളത് സഭയുടെ മുഴുവനായുള്ള ഉത്തരവാദിത്വമാണ്. It's each and every one of us. We have this responsibility. We belong to this church. We belong as a family in this church. Don't wait for an invitation to serve the Lord. Don't wait for an invitation to a position or an election to serve the Lord. If God has called you, you have known how great our God is, how awesome our God is. You've experienced His love. You know what it is to be living under a faithful God. It is your responsibility to serve the Lord. ഒരു ആഹ്വാനം ലഭിച്ചിട്ട് സഭയിൽ വന്ന് ഇന്ന് ചെയ്യാം അന്ന് ചെയ്യാം, അല്ലെങ്കിൽ എന്നോട് ആരും പറഞ്ഞില്ല അത് ചെയ്യുവാൻ, അതൊന്നുമല്ല ഒരു യഥാർത്ഥ ദൈവപൈതലിന്റെ മനോഭാവം. ഒരാവശ്യം കാണുമ്പോൾ അത് എൻ്റെ സഭയാണ്, എൻ്റെ ദൈവത്തിൻ്റെ നാമമാണ് ഏറ്റവും വലിയത്, എന്നെ കൊണ്ട് ചെയ്യുവാണ്, ഞാൻ ചെയ്യുമെന്ന് പറയുന്നതാണ് യഥാർത്ഥമായി ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അനുഭവം. So we must realize that to walk in His ways, to serve the Lord with all of our heart and soul. When we understand how great our God is, this is what it turns into. And the last thing Moses says is to keep His commandments. അവന്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കണം, നമ്മൾ പാലിക്കണം. To keep His commandments. We've spent time on that piece before, so I want to take your mind to something else this morning in the aspect of the name of the Lord. There are many times we say different qualifications or attributes as we speak of the Lord. നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല നാമങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് അല്ലേ? ജെഹോവ ജൈറ, ജെഹോവ നിസ്സി, ജെഹോവ ഷാലോം, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് സംസാരിക്കാറുണ്ട്. You know, one of the earlier instances of God describing Himself, ബൈബിളിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, അബ്രഹാമിനോട് പരിചയപ്പെടുത്തുമ്പോൾ, സർവശക്തനായ ഓൾമൈറ്റി ഗാഡ്, അതിൻ്റെ ആ വാക്ക് നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ പരിചയപ്പെടുത്തുന്ന അറിയാം. ഓൾമൈറ്റി ഗാഡ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അതിന് വേറൊരു വാക്കുണ്ട്. എൽ ഷഡായ്. Where we first see the instance of the Lord God described as an almighty God, we see the word El Shaddai there. Okay? നിങ്ങൾ പറഞ്ഞ അതിൻ്റെ അർത്ഥം സർവശക്തനാണ്. In reality, what does El Shaddai mean? What does the word El mean? God. Right? The prefix El, the word El simply means God. Elohim. Right? That's the same word that you see here. El means God. What does Shaddai mean? Okay. I had to go learn it for myself because I didn't know the answer. So I was studying it this week, and this is what I found out. Shaddai has two meanings. Okay, one, the first meaning is, it comes from the Akkadian word shadu, which means mountain. പർവ്വതം എന്ന അർത്ഥമുള്ള ഒരു വാക്കാണ് ഷഡായിയുടെ ആദ്യത്തെ അർത്ഥം. So El is God, Shaddai, the first aspect is mountain. പർവ്വതം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ്? ഉയരമുള്ളത് അല്ലേ? വേറെ എന്തൊക്കെയാണ്?
How else do we see it symbolically used in the Bibles? Strong, refuge, powerful, unshakable, a fortress, right? These are the ways we think of a mountain. So the first aspect that we see here, when God is speaking to Abraham, God says, I am the Almighty God. I am El Shaddai, which is, he's telling Abraham, I am God Almighty, the strong one. ഞാനാണ് ദൈവം, സർവശക്തനായ ദൈവം, സർവബലവുമുള്ള ദൈവം. It means strength, it means power. Right? It means strength and it means power. The second meaning of the word El Shaddai, it comes from the Hebrew word shad, which means breast. And that signifies to us the nurturing aspect, the maternal aspect of the Heavenly Father. ഒരു ദൈവത്തിൻ്റെ മാതൃകാ സ്വഭാവം അല്ലെങ്കിൽ ഒരു കരുതലിൻ്റെ അനുഭവമാണ് ആ വാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ അർത്ഥം. He's a mountain, he's strong, he's powerful. At the same time, El Shaddai is one who is nurturing and caring for us. അങ്ങനെ ആകുമ്പോൾ അബ്രഹാമിൻ്റെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. അബ്രഹാമിൻ്റെ പശ്ചാത്തലത്തിൽ, in the context of what Genesis 17 is talking about, what Abraham is dealing with, all the doubts, all the needs, the desires, the impossibilities that he sees before him, in the midst of that, God comes and says, Abraham, I am El Shaddai. I am the one who's strong. I am the one who's powerful. But I know what you're going through. I am the one who's able to nurture you. I am the one who's to care for you as a mother cares for a child. ഓർക്കണം, അബ്രഹാമിൻ്റെ ഒരു സന്തതിയില്ല. അബ്രഹാമിൻ്റെ സാറയ്ക്ക് ആ ഒരു മാതൃസ്നേഹം പകരുവാൻ, കരുതൽ പകരുവാൻ ഇതുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഒരു മാതാവ് കരുതുന്ന പോലെ നിന്നെ കരുതുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ കീർത്തി, the reputation of the name of our Lord God is that He is the one who nourishes. So El Shaddai, the God himself, is the one who satisfies us on one hand and protects us on the other end. He cares for us on the one end and he provides for us on the other end. So from that name, El Shaddai, we'll look at a few things on how we understand how great our God is. ഈ എൽ ഷദായ്, ദൈവം സർവശക്തൻ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. One, our God is omnipotent and sovereign. ദൈവമാണ് സർവശക്തനും സർവ അധികാരവും. God is omnipotent and sovereign. Where do we see this demonstrated? ഇതിൻ്റെ തെളിവിടാന്നറിയാമോ? ദൈവത്തിൻ്റെ ആ പരമാധികാരം വേറെ ഒന്നും നോക്കേണ്ട, സൃഷ്ടി നോക്കിയാൽ മതി. നമ്മളെ തന്നെ നോക്കി വല്ലപ്പോഴും ഒന്ന് കണ്ണാടി നോക്കിയിട്ട് പറയണം, കർത്താവേ ഇത് നിൽക്കുന്ന ആരാ? വല്ല ഗമ കാണിക്കാനല്ല, നമ്മളെ എത്ര നല്ല മനോഹരമായിട്ടാണ് കർത്താവ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പാസ്റ്ററെപ്പോലെ 6 അടി 3 നീളം ഉണ്ടെങ്കിലും, എൻ്റെ അത്ര നീളം ഉണ്ടെങ്കിലും നമ്മളെല്ലാം ദൈവം മനോഹരമായ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ ഈ ലോകത്ത് 8 ബില്യൺ പീപ്പിൾ ഉണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ ആ മാഹാത്മ്യം, ഈ 8 ബില്യൺ പീപ്പിൾ ഉണ്ടെങ്കിലും നമുക്കൊരൊറ്റ വ്യക്തിക്ക് ഈ കൈവിരലിൻ്റെ അടയാളം ഒരുപോലെ അല്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. None of us, 8 billion people that live on this earth, നമ്മളെ ഇതിനു മുമ്പ് എത്ര പേര് ജീവിച്ചു? How sovereign, how great is our God. So we understand when God is telling Abraham, I am El Shaddai, he's saying, I am the one who is strong. I am the one who is powerful. There is no one else like me. ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വന്നൊരു ചിന്ത, ദൈവം ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ കാണുന്നതെല്ലാം, ഇനിയും കാണാതിരിക്കുന്നതെല്ലാം ഉളവായി. Right? God said, let there be, and all these things came. Okay, he's God. That makes sense. God is powerful. Immediately my thoughts went to another story in the scriptures
when we think about the sovereignty of God, ദൈവം ഒരു വ്യക്തിയെ വിളിച്ചിട്ട് പറഞ്ഞു, മഴ പെയ്യാൻ പോവുക. Rain is about to come. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു പെട്ടകം പണി. You have to build an ark. So Noah, അതിനുള്ള തടി എല്ലാം എടുത്ത്, Noah gathered all the materials for that. He started building the ark. We think it took about 120 years. That's a lot of hard work. After the ark was completed, God gave Noah a commandment: bring all your family inside. നിന്റെ കുടുംബത്തെ മുഴുവനും അകത്ത് കൊണ്ടുവരണം. കുറച്ചുകൂടെ ബുദ്ധിമുട്ട് കൂടി. ഒരു കുടുംബത്തെ എല്ലാം അകത്ത് കൊണ്ടുവരണമെങ്കിൽ ഇന്ന് രാവിലെ ചർച്ച വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ബുദ്ധിമുട്ട് നമുക്കറിയാമല്ലോ. We have to bring them all into the ark. He did that. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കൽപ്പന, മൃഗങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ളവയെ ഈരണ്ടായി. ഇത്രയും മൃഗങ്ങളെ ഇത് നോവ പറഞ്ഞുകൊണ്ട് അകത്ത് കയറിയില്ലയോ? നാളെ രാവിലെ സ്കൂളിൽ പോകാൻ പിള്ളേരെ എഴുന്നേൽപ്പിക്കുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം. Wake up, it's time to go to school. Wake up. Here, God told Noah, bring a pair of each clean animals into the ark. ഉറുമ്പ് മുതൽ ജിറാഫ് വരെ. ചിന്തിച്ചു നോക്കിയേ, ആർമെന്ന് കയറുന്നത്, ആ നിരനിരയാന്ന് കയറുന്നു. ചിന്തിച്ചു നോക്കിയേ, നോഹയുടെ എൻ്റെ കഴിവാണോ ഇത്? അല്ല, നോഹയുടെ ദൈവം പറഞ്ഞു, നോഹയെ നീ വിളിച്ച് കയറ്റാൻ പറഞ്ഞു. ഈ മൃഗങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി, നോഹ പറയുന്ന ഉടനെ ഞങ്ങൾ അനുസരിച്ചു കൊള്ളണം. നമ്മുടെ ദൈവം ആരാണെന്നേ? How great is our God? How awesome is our God? So first thing we should realize is our God is an omnipotent God, a sovereign God. Second thing that we can learn from El Shaddai is that God gives us abundant provisions. നമ്മുടെ ആവശ്യങ്ങൾക്ക് അധികമായി നമ്മളെ പോഷിപ്പിക്കുന്ന, നമ്മെ നടത്തുന്ന ഒരു ദൈവമാണ് സർവശക്തനായ ദൈവം. God gives us abundance in provisions. If you go back 2 generations, 2 തലമുറ അപ്പുറത്തോട്ട് പോയാൽ മതി. എന്നുവെച്ചാൽ എൻ്റെ അപ്പച്ചന്മാരുടെ തലമുറ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നോക്കിയാൽ ഒരു പക്ഷേ ഒരാഴ്ചയിൽ ഒരു ഊണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണമേ കാണത്തുള്ളൂ. They may only eat 1 meal a week. They may only have 1 pair of clothes to change or to wear for the whole school year. പക്ഷെ അവരോടെല്ലാം ചോദിച്ചാൽ പറയും, അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. നമുക്ക് ദൈവം തരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഒരു കർത്താവേ, ഒരു നിക്കറേ ഉള്ളൂ, ഒരു ഉടുപ്പേ ഉള്ളൂ ഒരു വർഷം ഇടുവാൻ. പക്ഷേ ആ നിക്കറിലും ഉടുപ്പിലും നമ്മൾ മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ കരുതലുണ്ട്. അതിനൊരു കേട് വരാതെ നിർത്തുവാൻ ദൈവം മതിയായവൻ. സോ ദൈവം നമുക്ക് എന്തെങ്കിലും തരുമ്പോൾ ഉണ്ടല്ലോ, പിശുക്കി അല്ല തരുന്നത്. Our God is not a greedy God or a stingy God. My God is El Shaddai, which means my God is able to give unto me what I need in abundance of His provisions. In abundance of His provisions. We have 2 things that we always have. There's the needs and there are the desires. നമ്മുടെ ആവശ്യങ്ങളുമുണ്ട്, നമ്മുടെ ആഗ്രഹങ്ങളുമുണ്ട്. ദൈവം പറയുന്നു, I will supply all your needs according to my glory. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും താൻ ദൈവത്തിൻ്റെ മഹത്വപ്രകാരം നമുക്ക് ദൈവം തരും. God will provide the needs for us. Even if you have no meals for a day, അവിടെ ജീവിക്കുവാൻ ശക്തി ദൈവം തരും. അഥവാ വീട്ടിൽ കഞ്ഞി വെക്കാൻ ചോറ് അരിയില്ലെങ്കിലും അന്ന് നിലനിൽക്കുവാൻ കർത്താവ് കൃപ തരും. So we don't think about provisions in actually having physical things. We think about provisions in the sense that even if I don't have anything, my God will provide for me in abundance what I need to give on, to live on, to be sustained, and to be maintained for the next day. When I always reference that I read articles of the martyrs, Voice of the Martyrs. Several years ago, I read a story about this man who was a Christian who was put into prison.
And they tortured him because he would not relinquish his faith. They tortured him day after day. No food, no water, left for cold in the prison cell. So one guard had some compassion on this man and said, "Sir, without anybody knowing, I will give you something. What would you like?" Then Manishan Baranyu, "Can you give me a Bible?" നാളുകളായിട്ട് ഭക്ഷണമില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഒരു പുതപ്പ് പോലുമില്ല ഈ കരാത്തിനുള്ളിൽ കിടക്കുമ്പോൾ. എന്നിട്ട് അതേ ഒരു വ്യക്തിക്ക് ഒരു അനുകമ്പ തോന്നിയിട്ട് ചോദിച്ചു, "നിനക്ക് എന്തോ വേണം? ഞാൻ ആരും അറിയാതെ കൊണ്ടുതരാൻ." പറഞ്ഞു, "എനിക്കൊരു ബൈബിൾ മതി." അനേക നാളുകൾക്ക് ശേഷം, when he was let out of the prison after several times, they asked him a question. "How did you survive in these brutal conditions?" He said, "I read the word of God and that was enough for me to live on every single day." അദ്ദേഹം പറയുവാണ്, എനിക്ക് ബൈബിള് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഫുഡില്ല എന്നോ വെള്ളം ഒരു വിഷയമല്ല, അത് വായിച്ചപ്പോൾ എനിക്ക് ലഭിക്കേണ്ട ആരോഗ്യം ദൈവം ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം ദൈവം എന്നെ നിർത്തിക്കൊണ്ടാണ്. ദൈവമക്കളെ, when God gives us, he gives us abundance of provisions. Thirdly, from the word or from the name El Shaddai, we can understand that God is a one who is a faithful God. El Shaddai നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മൂന്നാമത് അറിയേണ്ട യാഥാർത്ഥ്യം, നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം. നമുക്ക് ആ പശ്ചാത്തലം ഒന്നുകൂടി ചിന്തിക്കാം. Genesis chapter 17 is where we find this verse. When God tells Abraham, "I am El Shaddai," അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അബ്രഹാമേ, ഞാൻ നിനക്കൊരു വാഗ്ദത്തം തരാൻ പോവുക. I'm about to give you a promise, Abraham, but I want you to understand something. I am El Shaddai, which means I am a faithful God. Whatever promise, whatever covenant that I make with anybody, I fulfill that covenant. ഞാൻ ആരെങ്കിലും ഉടമ്പടി ചെയ്യുന്നുണ്ടോ, ഞാൻ ആരെങ്കിലും ഒരു വാഗ്ദാനം പറയുന്നുണ്ടോ, അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമാണ്. അതാണ് എൽ ഷഡായ് എന്ന് ദൈവം പരിചയപ്പെടുത്തുന്ന അവിടെ. I am the faithful God. I gave you a covenant. I'm about to give you a promise. I want you to know I will fulfill his promise. അതിൻ്റെ അർത്ഥം, അബ്രഹാമേ, നീ നോക്കുമ്പോൾ നിനക്ക് കുറച്ച് പ്രായം കൂടി. നീ നോക്കുമ്പോൾ നിന്റെ ഭാര്യയ്ക്കും അല്പം പ്രായം കൂടി. മാനുഷികമായ നിലയിൽ നിന്റെ മുൻപാകെ എല്ലാം അസാധ്യം. പക്ഷെ ഞാൻ ആരാന്നറിയാമോ? എൽ ഷഡായ. You know who I am? Yes, you may look at it and say, "Abraham, things look impossible." Sarah might tell you things look impossible. The medical science may tell you things look impossible. But Abraham, I am introducing myself as El Shaddai. Do you know what that means? That means no matter what limitations or impossibilities you see in front of you, it does not matter. I am El Shaddai. These limitations and these impossibilities are nothing to me. I can overcome. I am above and beyond any limitation that you see around you. നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്ന എന്തെങ്കിലും പരിമിതികൾ, എന്തെങ്കിലും പ്രതിസന്ധികൾ, നമ്മൾ ഒരുപക്ഷെ പറയും, "കർത്താവേ, ഇത് പ്രാർത്ഥിച്ചു മടുത്തു. 10 വർഷമായി, 20 വർഷമായി, 8 വർഷമായി, 30 വർഷമായി, എല്ലാം അസാധ്യമായി തോന്നുന്നു കർത്താവേ." അങ്ങനെ മടുത്തിരിക്കുമ്പോൾ നമ്മൾ ദൈവം പറയുന്നു, "നിനക്ക് എന്നെ അറിയാമോ? ഞാനാണ് എൽ ഷഡായ്. I am the God of impossibilities. I can make the impossible to be true in your life. I can change the limited information to be a limitless information." So my God introduces himself and says, "Abraham, ninde vicharam prayam kudi poi. El Shaddai, age is not an issue." Abraham, you might think Sarah is too old and her uterus and womb is unable to hold a baby. It's not strong enough. I am El Shaddai. I am the one who gives strength and power. പക്ഷേ സംസ്കാരം പറഞ്ഞേക്കാം, ഇനിയിപ്പം കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. സമൂഹം പറഞ്ഞേക്കാം, കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. ദൈവം പറയുന്നു, "I am El Shaddai. Come find refuge in me. I am the mountain. I am the power. I am the strength. I will be the one who provides for you." എടുത്തു പറയാം,
If you look at the journey of the Israelites, if you look at the kings of Israelites, if you look at the missionary journeys of Paul and Peter, others in the New Testament, they always faced some sort of challenge and enemies and militaries and armies. പലവിധമായ സൈന്യങ്ങളുടെ മുൻപാകെ കടന്നുപോയി. അവിടെ എല്ലാവരും അത് യാഥാർത്ഥ്യമുണ്ട്. ഞാനാണ് സർവശക്തനായ ദൈവം. I am the Almighty God. No armies can come against you. No military can come against you. No power can come against you. No force can come against you. Why? Because I am the one who is the ultimate sovereign, omnipotent God. മൂന്ന് യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് അർത്ഥങ്ങൾ നമുക്ക് എൽ ഷഡായ് എന്ന പ്രയോഗം മനസ്സിലാക്കാൻ സാധിക്കും. One, our God is an omnipotent and sovereign God. Two, our God's provisions are always given to us in abundance. Third, our God is a covenant-keeping and a faithful God. And El Shaddai, I was studying this word El Shaddai, this usage. The book where I saw this reference the most, El Shaddai എന്ന പ്രയോഗം അല്ലെങ്കിൽ സർവശക്തനായ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പുസ്തകം അറിയാം. Anybody have any idea where you see El Shaddai, Almighty God, the reference the most? Genesis. The book of Job. യോബിന്റെ പുസ്തകത്തിലാണ് സർവശക്തനെന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കും. യോബിന്റെ പുസ്തകം യോബിന്റെ കഷ്ടാനുഭവങ്ങളെ നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പ്രയാസം വരുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കാനാണെന്ന് അതൊരു ഭാഗം. ഞാൻ പറയട്ടെ, യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. We read the book of Job, yes, Job's history is there, Job's pain is there, Job's suffering is there, all of that is true. But when we read the book of Job, what we should understand is how great our God is. So I was looking through all the verses that references Almighty, El Shaddai in the book of Job. One, we read God Almighty is to be feared. He സർവശക്ത ദൈവമാണല്ലോ, ഭയപ്പെടുവാൻ യോഗ്യനായ ദൈവമാണ്. It's said in the book of Job. Secondly, he says, my God, my Almighty God is one without limits. ഒരു പരിമിതിയും ഇല്ലാത്ത ഒരു ദൈവമാണ് എന്റെ സർവശക്തനായ ദൈവം. Third, he's the one who builds up. Almighty is the one who builds up. ഈ സർവശക്തനാണ് പണിതെടുക്കുന്നത്. ആരുടെ മുൻപാകെ ഇതൊക്കെ പറയുന്നറിയാമോ? തകർന്നിരിക്കുന്ന യോബിന്റെ മുൻപാകെ യോബിന് കിട്ടുന്ന സംസാരവും സൗഹൃദ സംസാരവും വെളിപ്പാടൊക്കെ യോബിനെ മനസ്സിലാക്കുന്ന വിഷയം. എന്റെ ദൈവമുണ്ടല്ലോ, നശിപ്പിക്കുന്ന ദൈവമല്ല, എന്റെ ദൈവം പണിതെടുക്കുന്ന ദൈവമാണ്. My God is the one, Almighty is the one who builds up. Then he goes on to say, my God Almighty, He's precious than gold or silver. സ്വർണ്ണത്തെക്കാളും വെള്ളിയെക്കാളും വിലയേറിയ ഒരു നാമമുള്ള ദൈവമാണ് എന്റെ സർവശക്തനായ ദൈവം. പിന്നെ നമ്മൾ വായിക്കുന്നു, my God Almighty God is the one who gives life. ജീവൻ തരുന്നവരാണ് എന്റെ സർവശക്തനായ ദൈവം. El Shaddai is the one who gives us life. When you come to the 37th chapter, this is what it says there. Almighty God is excellent in power. Shaktiyil Atyunnadan. He goes on to say, He's excellent in judgment. Nayathilam Atyunnadan. One who's abundant in justice. പൂർണ്ണ നീതിക്ക് ഒരു കുറവുമില്ലാതെ ആ നീതി കൊടുക്കുന്ന സർവശക്തനായ ദൈവം. And a God who does not oppress. ഒരു ഭംഗം വരുത്താത്ത ദൈവമാണ് എൻ്റെ സർവശക്തനായ ദൈവം. പക്ഷെ അതിനകത്ത് യോബിന്റെ പുസ്തകത്തിൽ ഈ സർവശക്തനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കാം. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. Job chapter 5 and verse 17. Amen. Behold, blessed is the man whom God corrects.
Therefore, do not despise the discipline or the chastening of the Almighty. നമ്മൾ എൽ ഷഡായ് എന്ന് പറയുമ്പോൾ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ എൽ ഷഡായ് ഉണ്ടല്ലോ, നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ദൈവമാണ്. അതെ, നമുക്ക് വേണ്ടി കരുതും, നമ്മളെ സംരക്ഷിക്കും. ഒരു പർവ്വത സമമായ ബലമുണ്ട്, അപ്പോൾ തന്നെ ഒരു മാതൃസ്നേഹവുമുണ്ട് നമ്മുടെ ദൈവത്തിന്. അപ്പോൾ തന്നെ ഒരു പിതാവിൻ്റെ അനുഭവം കൂടെ ഉണ്ട് ഈ ഓൾമൈറ്റി ഗാഡിന്. There's a quality of discipline that the Lord God expects. യോബിന്റെ സ്നേഹിതൻ പറയുവാണ്, ഈ സർവശക്തനായ ദൈവത്തിൻ്റെ ശിക്ഷ നീ നിരസിക്കരുത്. Don't despise the discipline of the Lord God. നമുക്കാർക്കും അടി കിട്ടിയിട്ടുണ്ടോ? പിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ അല്ലേ അമ്മാമ്മയുടെ മുഖം ചിരി.